ഹലോ ഫ്രണ്ട്സ്, എവർക്കും മോട്ടോസ്പീഡ് ഓട്ടോമോട്ടീവ് ഗിയറിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുമേഷ് കാർത്തി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതൊരു സെലീരിയോ ഓട്ടോമാറ്റിക് വാഹനത്തിൻ്റെ AMT യൂണിറ്റാണ്. AMT യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഓട്ടോമാറ്റിക് ഗിയറും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹൈഡ്രോളിക് മോട്ടറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാക്കി. അതിൻ്റെ ഒരു ആക്ച്വേറ്റർ, അതിൻ്റെ ഒരു ടവർ അസംബ്ലി കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടായി. ഇതായിരിക്കും നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതും കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഈ ഒരു യൂണിറ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു യൂണിറ്റിൻ്റെ കംപ്ലയിൻറ്റ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു മോട്ടർ കംപ്ലയിൻ്റ് ആയി. അപ്പോൾ ഇതാണ് അതിൻ്റെ ഓയിൽ പമ്പിൻ്റെ മോട്ടറാണിത്. അപ്പോൾ ഈ മോട്ടറിന് കംപ്ലയിൻറ്റ് വന്നപ്പോൾ ഗിയർ എൻഗേജ് ആവുന്നില്ല, അതായത് ഡ്രൈവിലോട്ട് പോകുന്നില്ല, റിവേഴ്സിലോട്ട് പോകുന്നില്ല, ന്യൂട്രൽ തന്നെ മാത്രം കിടക്കുക വണ്ടിയിൽ. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് വരാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ ബാറ്ററി ഡൗൺ ആയിരുന്നു. ഡൗൺ ആയിട്ടും കസ്റ്റമർ അത് ശ്രദ്ധിക്കാതെ വണ്ടി ബാറ്ററി റീചാർജ് ചെയ്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്നു കുറച്ച് നാൾ. അപ്പോഴങ്ങനെ വന്നപ്പോൾ നമ്മുടെ ഈ ഒരു മോട്ടറിന് കറക്റ്റായിട്ട് 12 വോൾട്ട് സപ്ലൈ കിട്ടണം, എങ്കിലേ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ആവുള്ളൂ. അപ്പോൾ ഈ ലോ വോൾട്ടേജിൽ ഓടി ഈ മോട്ടറിൻ്റെ കാർബൺ ബ്രഷ് കംപ്ലയിൻ്റ് ആയിട്ട് കസ്റ്റമർ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഒരു പുതിയ ബാറ്ററി വാങ്ങിച്ചു വെച്ചു. പക്ഷേ വാങ്ങിച്ചു വെച്ചിട്ട് കുറച്ച് ദിവസം ആയപ്പോഴേക്കും ഈ മോട്ടർ ഓട്ടോമാറ്റിക്കായിട്ട് കംപ്ലയിൻ്റ് ആയി. ലോ വോൾട്ടേജിൽ ഓടിയിട്ട് പെട്ടെന്നൊരു ഹൈ വോൾട്ടേജ് കിട്ടിയ സമയത്ത് മോട്ടർ ഫെയിലിയറായി. അപ്പോൾ നിങ്ങളൊരു ഓട്ടോമാറ്റിക് വാഹനം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ വാഹനത്തിൽ ഇതുപോലെ ബാറ്ററി കംപ്ലയിൻറ്റ് ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ബാറ്ററി റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു മോട്ടർ ഫെയിലിയർ ആവുന്ന കംപ്ലയിൻറ്റും അതുപോലെ തന്നെ AMT യൂണിറ്റും അതുപോലെ ഇലക്ട്രിക്കൽ പാർട്സ് കംപ്ലയിൻ്റ് ആവുന്ന പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. സോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 3335 ഈ ഒരു മോട്ടറിൻ്റെ പ്രൈസ് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഓയിലും കൂടെ മാറേണ്ടി വരും. അപ്പോൾ 1100 ഈ ഒരു ഓയിലിൻ്റെ പ്രൈസ്. സോ നമ്മളിത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ട് ഇനി സെറ്റ് ചെയ്ത് AMTൻ്റെ കംപ്ലീറ്റ് ലേണിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ താങ്ക് യു, ബൈ.